നാഗവല്ലി എന്നായിരുന്നു ആ തമിഴത്തിയുടെ പേര്. തമിഴത്തി വേറൊരാളുമായിട്ട് സ്നേഹത്തിലായിരുന്നു. എന്തായാലും എനിക്ക് ആ മുറി ഒന്ന് തുറന്നു കാണില്ല. നാഗവല്ലി എന്ന കഥാപാത്രത്തിനോട് തോന്നിയ സിമ്പതി പിന്നൊരു എമ്പതിയായി മാറി. പെട്ടെന്ന് എന്തെങ്കിലും അസാധാരണമായ ഒരു ഭാവവ്യത്യാസം ഗംഗയിൽ കണ്ടാൽ നീ പതറരുത്. ആരൊക്കെ ഈ ചത്തുപോയവര്? 150 വർഷങ്ങൾക്ക് മുമ്പാ. നാഗവല്ലി എന്നായിരുന്നു ആ തമിഴത്തിയുടെ പേര്. തമിഴത്തി വേറൊരാളുമായിട്ട് സ്നേഹത്തിലായിരുന്നു. രാമനാഥൻ എന്ന പേരുള്ള ഒരു നൃത്തക്കാരനുമായിട്ട്. എന്തിനു പറയുന്നു, കാർന്നോരെങ്ങനെയോ ഈ രഹസ്യങ്ങളൊക്കെ അറിഞ്ഞു. അന്ന് അർദ്ധരാത്രി നാഗവല്ലിയെ കാർന്നോരെ നമ്മുടെ തെക്കിനിട്ട് വെട്ടിക്കൊന്നുകളഞ്ഞു. ഇതൊക്കെ മുത്തച്ഛിമാര് പറഞ്ഞു കേട്ട കഥകളാണേ. സത്യം എന്താണെന്ന് ആർക്കറിയാം. കൽക്കട്ടയെ വെച്ച് നകുലേട്ടന്റെ അമ്മ എന്നോട് പറയാറുണ്ട്, ഇവിടെ അമൂല്യങ്ങളായ ഒത്തിരി സാധനങ്ങളൊക്കെ കിടപ്പുണ്ടെന്ന്. ഞാൻ ഇവിടെ എല്ലാം അരിച്ചു പെറുക്കി നോക്കിയിട്ടും എന്തെങ്കിലും ഒരെണ്ണെങ്കിലും കാണണ്ടേ? എനിക്ക് തോന്നുന്നത് എല്ലാം പൂട്ടിയിട്ടിരിക്കുന്ന മുറിക്കകത്ത് കാണുമെന്നാ. വിലപിടിപ്പുള്ള സാധനങ്ങൾ കളവ് പോകാതിരിക്കാൻ പണ്ടാരോ ബുദ്ധിപൂർവ്വം ഉണ്ടാക്കിയതായി പ്രേതകഥയൊക്കെ. അപ്പൊ പിന്നെ പേടിച്ചിട്ട് ആരും തുറക്കില്ലല്ലോ. എന്തായാലും എനിക്ക് ആ മുറി ഒന്ന് തുറന്നു കാണണം. എന്താ നകുലേട്ടാ, ഞാൻ തുറന്നോട്ടെ? താൻ തുറക്കടോ. സണ്ണിക്ക് നാഗവല്ലിയുടെ ആഭരണങ്ങളൊക്കെ കാണണ്ടേ? ദേ, മുല്ലമുട്ടുമാല, മാങ്ങാമാല, മേക്കാമോതിരം, കാശുമാല, നെറ്റിച്ചുട്ടി. അയ്യോ, ചെലങ്കയുടെ കാണുന്നേ. അയ്യോ, എന്റെ ചായ തണുത്തു. എനിക്ക് ബാത്റൂമിൽ പോകാനുള്ള. ഇത് കണ്ട, ഇതെവിടുന്ന് കിട്ടി? ഇതാ നാഗവല്ലിയുടെ ചിലങ്ക. അതായത് 150-ൽ പരം വർഷങ്ങൾ പഴക്കമുള്ള ചിലങ്ക. എന്നാ തെറ്റി, ഇതാ ചിലങ്കയല്ല. ഇതിന് 5 വർഷത്തെ പഴക്കം പോലുമില്ല. എന്ന് വെച്ചാൽ നാഗവല്ലിയുടെ വിലപിടിപ്പുള്ള ഒറിജിനൽ ചിലങ്ക തെക്കിനിയിൽ നിന്ന് പോയി എന്നർത്ഥം. എവിടെ പോവാൻ? ഇത് തന്നെ ആണെന്ന് തോന്നാം, പക്ഷെ ഒറിജിനൽ അല്ല. ചുമ്മാ ഇരി സണ്ണി. പുരാവസ്തു ഗവേഷണം എന്നും പറഞ്ഞ ഞാനും കുറച്ചു വർഷം ഉറക്കം അടച്ചതാ. ഇത് അത് തന്നെയാ. ഗംഗയ്ക്കൊരു ചുക്കും അറിയില്ല ഇത് നാഗവല്ലിയുടെ ചിലങ്കയല്ല. അതെ അതെ അതെ. അല്ലെങ്കിലോ? ആണെങ്കിലോ? അല്ലാന്ന്. അതേന്ന് എന്നാര് പറഞ്ഞു? ഞാൻ പറയുന്നു. ഞാൻ ഇതൊക്കെ കുറെ പഠിച്ചിട്ട് തന്നെ. അങ്ങേപ്പുറത്ത് പോയി പഠിച്ചിട്ടാ ഞാൻ പറയുന്നത് ഇത് നാഗവല്ലിയുടെ ചിലങ്കയല്ല. ചുമ്മാ കിടന്ന് തർക്കിക്കാതെ. ആരെ തർക്കിച്ച്? ഞാനാണോ? പിന്നെ ഞാനാണോ? ഞാൻ 1001 തവണ വ്യക്തമായി തെളിയിക്കാം, ഇത് നാഗവല്ലിയുടെ ചിലങ്കയല്ല. ഗംഗയ്ക്ക് ഒരു കുന്തം അറിയില്ല. എനിക്കോ? 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 വേണ്ട 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 വേണ്ട. നമ്മൾ തമ്മിൽ കിടന്ന് തർക്കിച്ചിട്ട് കാര്യമില്ല. പോയി പണിയോ പോ. யாரது? 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 ഞാൻ ശങ്കരൻ തമ്പി. ദ്രോഹി, കതവ് തുറ. കതവ് തുറ. നീ யாரு? நானா? சண்டாளா, என்னையா யாருன்னு கேக்குற? நான் தான்டா நாகவல்லி. எதுக்காக வந்தே? உன்னை கொல்றதுக்கு, உன்னை கொன்னு உன் ரத்தத்தை குடிக்கிறதுக்கு. உன்னால என்ன கொல்ல முடியாது நாகவல்லி. கொல்லுவேன், கண்டிப்பா கொல்லுவேன். வரப்போற துர்காஷ்டமி அன்னைக்கு நான் உன்னை கொல்லுவேன். அப்பத்தான் என் ஆத்திரம் அடங்கும். அப்ப துர்காஷ்டமி அன்னைக்கு வா. இப்ப போ நாகவல்லி, போ. போறேன், இப்ப போறேன். நிச்சயமா திரும்பி வருவேன். உன்னை கொல்வேன், உன் ரத்தத்தை குடிப்பேன். ഗംഗ ഇപ്പൊ എവിടെ പോകുന്നു? അത് കൊള്ളാം. ഞാൻ പറഞ്ഞില്ലേ അല്ലിക്ക് കല്യാണാഭരണം എടുക്കാൻ പോണെന്ന്. ഗംഗ ഇപ്പൊ പോണ്ട. ഞാൻ പോണ്ടേ? വേണ്ട. ഞാനിന്ന് രാവിലെയും പറഞ്ഞിരുന്നതാണല്ലോ. പിന്നെന്താ ഇപ്പോഴൊരു മനംമാറ്റം? ഗംഗ ഇപ്പൊ പോണ്ട. അതെന്താ? അല്ലിക്ക് ആഭരണം എടുക്കാൻ ഞാൻ കൂടെ പോയാല്? വേണ്ടെന്ന് പറഞ്ഞില്ലേ? എന്താ എന്താ ഞാൻ കൂടെ പോയാല്? പോകണ്ട. വിടമാട്ടെ, വിടമാട്ടെ. அப்ப நீ என்னை இங்கிருந்து எங்கேயும் போக விட மாட்ட? ஐயோ நாய, உனக்கு எவ்வளவு தைரியம் இருந்தா இப்பவும் என் கண் முன்னாடி வந்து நிப்ப?
இன்னைக்கு துர்காஷ்டமி. உன்னை நான் கொன்னு ஓ ரத்தத்தை குடிச்சு ஓங்கார நடனம் விடுவேன். ഗംഗേ ഗംഗേ നകുലേട്ടാ, ഞാനിപ്പോ എന്താ പറഞ്ഞത്? ഇല്ല, ഒന്നും പറഞ്ഞില്ല. ഗംഗ ഒന്നും പറഞ്ഞില്ല. ഇല്ല, ഞാനിപ്പോ എന്തോ പറഞ്ഞു. പറ നകുലേട്ടാ, എനിക്കെന്താ നകുലേട്ടാ? നിനക്കൊന്നുമില്ല. ഉണ്ട്, എനിക്കെന്തോ ഉണ്ട് നകുലേട്ടാ. നിനക്കൊന്നുമില്ല ഗംഗ. നീ കരയാതെ. നകുലേട്ടാ, എന്നെ വെറുക്കല്ല നകുലേട്ടാ. ஒரு முறை வந்து பார்த்தாயா, ஒரு முறை வந்து பார்த்தாயா, நீ ஒரு முறை வந்து பார்த்தாயா, என் மனம் நீ அறிந்தாயோ, திருமகள் துன்பம் தீர்த்தாயா, அன்புடன் கையணைத்தாயோ, உன் பெயர் நித்தமிங்கு அன்பே அன்பே நான்தான். உன் பெயர் நித்தமிங்கு ஓதிய மங்கை என்று உனது மனம் உணர்ந்திருந்தும் எனது மனம் உன்னை தேட ஒரு முறை வந்து பார்த்தாயா, நீ ஒரு முறை வந்து பார்த்தாயா. உனது உள்ளத்தில் உதய நிலவெனவே உலவிடும் பெண்ணும் கூத்தாட, பருவ வெள்ளத்தில் புதிய மலரெனவே மடல் விடும் கண்ணும் கூத்தாட, நீண்ட நாட்களாய் நான் கொண்ட தாவம் காதல் நோயாக விளைந்திடவே, காலம் காலமாய் நான் செய்த யாகம் கோபத்தீயாக வளர்ந்திடவே, எழுந்தே இடைவரும் தடைகளும் உடைந்திடவே, நேசம் பாசம் நீங்கிடாமல் உனக்கென நீண்ட காலம் நெஞ்சம் ஒன்று துடிக்கையில் ஒரு முறை வந்து பார்த்தாயா, நீ ஒரு முறை வந்து பார்த்தாயா. Tom tom tom, mapa sa ni da ba ma sa 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 ma 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 da 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 sa sa ma tom tom tom, mapa sa ni da ba ma sa 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 ma 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 da 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 sa sa ma ta tarigir daga dum tarigir daga dim tarigir daga jenu daga ditillana daga dim tarigir ditillana daga dim tarigir jenu ta dhimita tarigir tom tom tom, mapa sa ni da ba ma sa ni da. ആരാണ്? சொல்ல மாட்டேன், ആരാണ് നീ? சொல்ல மாட்டேன், പറയില്ലേ? சொல்ல மாட்டேன். நான் தான் நாகவல்லி. നീ എന്തിനു വന്നു? கொல்றதுக்கு, ആരെ? அவனை கொல்றதுக்கு. இன்னைக்கு துர்காஷ்டமி. அவனை கொன்னு அவன் ரத்தத்தை நான் குடிக்கணும். അവനെ കൊല്ലാൻ നിന്നെ ഞാൻ സഹായിക്കാം. അവനെ കൊന്ന് നിന്റെ പ്രതികാരം അടങ്ങിക്കഴിഞ്ഞാൽ ഈ ദേഹം വിട്ടു പോവോ? സത്യം? സത്യം സത്യം സത്യം. കഴിഞ്ഞതൊക്കെ അറിയണമെന്ന് തോന്നുന്നു അല്ലേ? നിങ്ങൾ രണ്ടുപേരും മാത്രമുള്ള നിങ്ങളുടെ സ്വകാര്യമായ ഏതെങ്കിലും സമയത്ത് ഒരു തമാശ കഥ പോലെ നകുലിനെല്ലാം പറഞ്ഞുതരും. കഥകൾ കേൾക്കാൻ ഇഷ്ടമുള്ള ഗംഗയ്ക്ക്. വേണമെന്നില്ല സണ്ണി, എല്ലാം എനിക്ക് മനസ്സിലായി.
നന്ദിയുണ്ട് പലരോടും, ശ്രീദേവി ചേച്ചിയോടും സണ്ണിയോടും ഒക്കെ. പക്ഷേ എത്ര ജന്മങ്ങൾ നന്ദി പറഞ്ഞാലും തീരാത്തത് എന്റെ നകുലേട്ടനോടാണ്. ഇത്രയും എന്നെ സ്നേഹിക്കുന്നതിന്. കേട്ടില്ലേടാ, കേട്ടില്ലേ? ഈ നിൽക്കുന്ന നിന്റെ ഗംഗെ, മനസ്സിന്റെ ഓരോ പരമാണു കൊണ്ടും നിന്നെ സ്നേഹിക്കുന്ന ജീവസും ഓജസ്സും ഉള്ള ഈ ഗംഗയെ നിനക്ക് തിരിച്ചു തരാമെന്നടാ ഞാൻ ഏറ്റത്, ഞാൻ ആഗ്രഹിച്ചത്. ഇന്ന് പിടിച്ചോടാ.